എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ 10ാം ക്ലാസ് കുട്ടികളുടെ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രി എന്നൊക്കെ പറയുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നോർമലി സെക്കൻഡ് ഡിഗ്രീസ് തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും, ചെറിയ സെക്കൻഡ് ഡിഗ്രികൾ, കുറച്ചുകൂടെ കട്ടിയുള്ളത്, അങ്ങനെ ഉള്ള പല പല പാർട്ടായിട്ട് നമ്മൾ തിരിച്ചു വെച്ചുള്ള പ്രോബ്ലംസ് പറഞ്ഞ് റെഡിയാക്കിയതിന് ശേഷമേ നമ്മൾ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് തരാം. x² = 25. ഇത് ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിളും ഉണ്ട്. ഈക്വൽ സൈനും വേരിയബിളും ഉണ്ടെങ്കിൽ എന്താണ് സെക്കൻഡ് എന്നാണ്, ഒരു ഇക്വേഷനാണ്. ഇനി അവിടുത്തെ വേരിയബിളിൻ്റെ പവർ 2 ആണെങ്കിൽ അതെന്ത് ഡിഗ്രിയാണ്, സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പം ഇത് കണ്ടാൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവും. വേരിയബിൾ ഉണ്ട്, ഈക്വൽ സൈൻ ഒക്കെ ഉണ്ട്, എന്താണ് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവും. വേരിയബിളിൻ്റെ പവർ 2, മാക്സിമം പവറായി വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ആണെന്ന് മനസ്സിലാവും. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരമാണ് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്, പരിഹാരം എന്ന് പറയുന്നത്. ഏതോ ഒരു നമ്പർ, അറിയാത്ത നമ്പറല്ലേ എക്സ്, ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 25 ആണെങ്കിൽ ഏതാണ് ആ നമ്പർ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എടാ 5ൻ്റെ സ്ക്വയർ 25 -5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ x സ്ക്വയറിൻ്റെ പ്രത്യേകതയാണ്, സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറം പോയാൽ, സ്ക്വയർ സമത്തിനപ്പുറം പോയാൽ റൂട്ടാവും. സ്ക്വയർ റൂട്ടാവും. ഓക്കെ, റൂട്ടായി √25. √25 എന്ന് പറഞ്ഞാൽ x എന്താണ്? എടാ 5ൻ്റെ സ്ക്വയർ മാത്രമാണ് 25 വരുന്നത്. 5ൻ്റെ സ്ക്വയറും 25 ആണ്, -5ൻ്റെ സ്ക്വയറും 25 ആണ്. കാരണം -5ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ -5 × -5 അതല്ലേ സ്ക്വയർ എന്ന് പറയുന്നത്. 5 × 5 25, എന്ത് 25 ആണ്? +25. അപ്പം എക്സിൻ്റെ വാല്യൂ ഏതാ? +or-5 എന്ന് പറഞ്ഞാൽ x = 5 അല്ലെങ്കിൽ x = -5. 2 ആൻസർ ഉണ്ട്. ഓക്കെ, അതാണ് +or-5 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. വേറൊരു ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ അത് എഴുതി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ സാറ് പറയാൻ ശ്രദ്ധിച്ചോളാം. അടുത്തൊരു ചോദ്യം, x² = 49. അപ്പോൾ x എന്താണ്? x = √49. 49 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ് 49? 7 അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? +or-7. എക്സിൻ്റെ വാല്യൂ +7 അല്ലെങ്കിൽ x = -7. 2 ആൻസർ ഉണ്ട്. എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 49 ആണ്. ആ നമ്പർ ഏതെന്ന് കിട്ടി? 7 എന്നും -7 എന്നും. എടാ 7ൻ്റെ സ്ക്വയർ 49 ആണ്, -7ൻ്റെ സ്ക്വയർ 49 ആണ്. 2 ആൻസർ വരുന്നത്. സെക്കൻഡ് ഡിഗ്രി ആണ്, 2 ആൻസേഴ്സ് വരും. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്. ഇതിപ്പം x² 25 എന്ന് പറഞ്ഞപ്പോൾ എക്സിൻ്റെ വാല്യൂ 5ഉം -5ഉം കിട്ടി. 49 എന്ന് പറഞ്ഞപ്പോൾ എക്സിൻ്റെ വാല്യൂ 7ഉം -7ഉം കിട്ടി. ഇത് ഓർമ്മയോടെ സാറെന്ന് പറഞ്ഞേക്കാം, ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി. x² = 9. അപ്പോൾ എക്സ് എത്രയാണ്? സ്ക്വയർ ഇപ്പുറത്ത് പോയാൽ റൂട്ടാവും, സ്ക്വയർ റൂട്ടാവും. x = √9. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഏതാ? ഏതിൻ്റെ സ്ക്വയറാണ് 9 എന്ന് പറയുന്നത്? 3യുടേതും ഉണ്ട്, -3യുടെ ഉണ്ട്. അതാണ് +or-3. x = 3, x = -3. ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതി. നിങ്ങൾക്കത് +or- എന്നുള്ളൊരു സംഭവം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അതുകൊണ്ടാണ് സാർ 2 എഴുതിയത്. +3യും -3യും കൂടെ പറയുന്നതാണ് +or-3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മക്കളെ, ഇനി അറിയേണ്ട ഒരു കാര്യം എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നറിയണം. ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ എന്താണ് 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഈ ആളുകളെയാണ് നമ്മൾ, ഈ 1 2 3 അല്ല, ഈ ഓരോ സ്ക്വയറായിട്ട് കിട്ടുന്ന നമ്പേഴ്സിനെയാണ്, ഈ ഒരു ആളുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ. പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ വർഗ്ഗമാക്കി എഴുതാം. ഒരു സംഖ്യയെ നമുക്ക് വർഗ്ഗമാക്കി സ്ക്വയറാക്കി എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയറാക്കി എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്നതാണ് പെർഫെക്റ്റ്. ഒരു നമ്പറിനെ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയറേ എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പം 25നെ 5ൻ്റെ സ്ക്വയറേ എന്ന് എഴുതാം, അതുകൊണ്ട് 25 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. 36നെ 6ൻ്റെ സ്ക്വയറേ എന്ന് എഴുതാം, അതുകൊണ്ട് 36 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. ഇനി 100
100നെ 10ന്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ? അതുകൊണ്ട് 100ഉം എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് മനസ്സിലായി കാണും. ഇത് പഠിക്കുന്ന കൂട്ടത്തിലൊന്ന് ഓർത്തിരുന്ന് വെച്ചോണം, അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കണം. ഓക്കെ, ഇനി ഇതിപ്പം നോർമലി ചെറിയ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ഇനി കുറച്ചുകൂടെ ഇച്ചിരിയും കൂടെ മാറ്റമുള്ള ചോദ്യങ്ങൾ തരാം. നമ്മൾ അടുത്തൊരു സെക്ഷൻ പോകുന്നതിന് മുമ്പ് നമ്മൾ 2 ഇക്വേഷൻ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള 2 ഇക്വേഷൻ സാർ ഒന്നുകൂടെ ഒന്ന് റിക്കളക്ട് ചെയ്യുകയാണ്. a plus b the whole square is equal to, ഓർമ്മയുണ്ട? a plus b the whole square is equal to a square plus 2ab plus b square. ഓക്കെ, വേറെ എന്താണ്? a minus b the whole square is equal to a square minus 2ab plus b square. ഈ 2 പേരെ ഒന്ന് ഓർത്ത് വെച്ച് കേട്ടോ. നമ്മൾ ആലോചിക്കേണ്ടത് a plus b the whole square എന്ന് കാണുമ്പം a square plus 2ab plus b square എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതുപോലെ തിരിച്ച് ഈ ഫോർമാറ്റിൽ കിടക്കുന്ന കണ്ടാൽ തിരിച്ച് ഇങ്ങനെ എഴുതാൻ പറ്റണം, തിരിച്ച് ഇപ്പുറത്തോട്ടും എഴുതാൻ പറ്റണം. ഇനി ഇതേ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നല്ലേ? ഈ ഒരു ഫോർമാറ്റിൽ എന്തെങ്കിലും കണ്ടാൽ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കണ്ടാൽ അത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണല്ലോ എന്നും മനസ്സിലാകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ 2 ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചോണം, അത് മനസ്സിലിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് കാണുമ്പോൾ 4 എന്ന് എഴുതത്തില്ലേ? 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ എത്ര? 9 ആണ്, 10 സ്ക്വയർ 100 ആണ്. അങ്ങോട്ട് ആലോചിക്കുന്നത് കൂടാതെ തിരിച്ച് റിവേഴ്സായിട്ട് ചിന്തിക്കണം. ഒരു റിവേഴ്സിബിലിറ്റി ഉള്ളൊരു തിങ്കിങ് വേണം. എന്ന് വെച്ചാൽ 2 സ്ക്വയർ 4 ആണെന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ 4നെ കാണുമ്പം 2ൻ്റെ സ്ക്വയർ ആണല്ലോ എന്നും ആലോചിക്കണം. 2 സ്ക്വയർ കണ്ടാൽ പെട്ടെന്ന് 4 എന്ന് എഴുതും, പക്ഷേ 4 കാണുമ്പം അത് 2 സ്ക്വയർ അല്ലേ, അതോടെ ആലോചിക്കണം. 3 സ്ക്വയർ 9, 3 സ്ക്വയർ 9 എന്ന്, ഇപ്പോൾ 3 സ്ക്വയർ എന്ന് കണ്ടാൽ എല്ലാവരും 9 എന്ന് എഴുതും, കുഴപ്പമില്ല. പക്ഷെ 9 കാണുമ്പം അത് 3യുടെ സ്ക്വയർ ആണല്ലോ എന്നൂടെ ചിന്തിക്കണം. 10 സ്ക്വയർ കാണുമ്പോൾ 100 എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും, പക്ഷെ 100 കാണുമ്പം അയ്യോ 10 സ്ക്വയർ അല്ലേ, അതുകൂടെ ഒന്ന് ഓർത്തോണം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കിയോ, വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യം ആദ്യം ചെയ്തതിനകത്ത് വ്യത്യസ്തമായിട്ട് വേറൊരു ടൈപ്പ്. ഇതൊരു ഒന്നാമത്തൊരു ചോദ്യം. എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. നേരത്തെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ 25. ഇത് ഏതോ ഒരു നമ്പറിൽ നിന്നും 2 കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം 25. ഏതോ ഒരു നമ്പറിൽ നിന്നും 2 കുറച്ച് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം 25. ഇപ്പോൾ ഹോൾ സ്ക്വയർ ഉണ്ട്, എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. ഹോൾ സ്ക്വയർ എന്ന് കിടക്കുന്നുണ്ട്, നമുക്ക് ആ സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. എക്സ് മൈനസ് 2 ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട് 25. ഈ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയറിനെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുകയൊന്നും വേണ്ട. അങ്ങനെ ഈ ഇതേപോലെ വരുമ്പോൾ ചിന്തിക്കേണ്ട കുറച്ച് പ്രോബ്ലം ഉണ്ട്, അങ്ങോട്ട് വരുമ്പോൾ അത് പറയാം. ഇപ്പം ഇത് ഓർക്കുക, ഇതൊന്ന് ചെയ്യുന്നത് ഓർത്തിരുന്നാൽ മതി. എടാ ഇവിടെ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു റൂട്ട് 25. റൂട്ട് 25ൻ്റെ ആൻസർ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് റൂട്ട് 25 ഏതിൻ്റെയൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് 5 അല്ലേ ഇതിൻ്റെ ആൻസർ? ഒന്ന് +5 മറ്റൊന്ന് -5. നേരത്തെ നമ്മൾ എഴുതിയിരുന്നത് എടാ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞപ്പം എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 25, എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ -5 എന്ന് എഴുതിയിട്ട് നമ്മൾ 2 ആൻസർ എഴുതി. ഒന്ന് എക്സ് ഈസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -5 എന്ന് എഴുതിയിരുന്നു. അത് ഡയറക്റ്റ് അങ്ങ് എഴുതാം, പക്ഷേ ഇവിടെ അങ്ങനല്ല. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റുക? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എക്സ് ഈക്വൽ ടു ഒന്നിലെ +5 അല്ലെ -5. ലെഫ്റ്റിൽ എക്സേ ഉള്ളായിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഇവിടെ എന്തുണ്ട്? എക്സ് മൈനസ് 2 എന്തിന് ഈക്വൽ? എക്സ് മൈനസ് 2 ഈക്വൽ ടു +5 അല്ലെങ്കിൽ എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു -5. എക്സിൻ്റെ വാല്യൂ 5, -2 ഇപ്പുറത്ത് വന്നാൽ +2, 5 + 2, എക്സിൻ്റെ വാല്യൂ 7. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു -5, -2 ഇപ്പുറത്ത് വന്നാൽ +2, എക്സ് ഈസ് ഈക്വൽ ടു -5 + 2. ഒരു മൈനസ് ഒരു പ്ലസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈഡ്. 5 2 പോയാൽ 3. എന്ത് 3? -3. ഓക്കെ, ഏതോ ഒരു നമ്പറിൽ നിന്നും 2 കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ 25 ആ നമ്പർ 7ഉം -3 ആണ്. ഒന്നില്ലെങ്കിൽ 7 അല്ലെങ്കിൽ -3, ഒന്നില്ലെങ്കിൽ അവർ 7 ആയിരിക്കാം അല്ലെങ്കിൽ -3 ആയിരിക്കാം. 7 എടുത്താലും 7 ഒന്ന് കൊടുത്ത് നോക്കിയേ, ഡൗട്ട് തെറ്റിയോ എന്നറിയാൻ ഈ കിട്ടിയ വാല്യൂ എടുത്ത് ഇവിടെ കൊടുത്ത് നോക്കുക. 7 - 2 5, 5ൻ്റെ സ്ക്വയർ 25 അല്ലേ? അപ്പോൾ കറക്റ്റാണ്. ഇനി അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? 7ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് 5, അപ്പോഴേ എന്താണ് 25 വരത്തുള്ളൂ എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഇത് -3 ഒരു ഉത്തരമാണ്. എക്സിന് പകരം ആ 7 കൊടുത്ത് ആലോചിച്ച പോലെ -3 ഒന്ന് കൊടുത്ത് ആലോചിക്കുക. -3 -2, -3 -2 എന്തുവാ? -5 ആണ്. ഇത് ഇവിടെ -3 കൊടുക്കുമ്പോൾ -3 -2 -5. -5ൻ്റെ സ്ക്വയർ എത്ര? -5ൻ്റെ സ്ക്വയറും 25 ആണ്.
അപ്പോൾ ഇവിടെ 7 പറ്റും -3 പറ്റും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? സെക്കൻഡ് ഡിഗ്രിയുടെ സൊല്യൂഷൻ ആണ്. ഇപ്പം a-b² എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² - 2ab + b² എന്നൊക്കെ വരത്തില്ലേ? അപ്പം ഇവിടെ a ഇത് b, അപ്പം a² എന്ന് പറയുമ്പോൾ x² ആകത്തില്ലേ? അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആവുമല്ലോ. അതാണ് നമ്മൾ ഇത് കാണുമ്പോഴേ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂസ് 7 അല്ലെങ്കിൽ x = -3. വേറൊരു പ്രോബ്ലം ഇവിടെ ഇപ്പം നമ്മൾ മൈനസ് കൊടുത്തതാണ്, ഒരു പ്ലസ് കൊടുത്തൊരു പ്രോബ്ലം. x + 3 the whole square is equal to x + 3 the whole square is equal to ഒരു 36. x + 3 the whole square 36 ആണ്. അങ്ങനെയാണെങ്കിൽ x + 3 the whole square 36 ആണെങ്കിൽ x + 3 is equal to √36 അല്ലെങ്കിൽ x + 3 is equal to √36 ആരാ? +or-6. x + 3 is equal to +6, x + 3 is equal to -6. രണ്ടുത്തരം, ഒന്ന് x + 3 +6, മറ്റൊന്ന് x + 3 -6. അപ്പോൾ എക്സിൻ്റെ വില 6, 3 ഇപ്പുറത്ത് വന്നാൽ -3. x is equal to 6 - 3യുടെ വാല്യൂ 3 ആണ്. അടുത്ത x is equal to -6, 3 ഇപ്പുറത്ത് വന്നാൽ -3, -6ഉം -3യും -9 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ 3യും ആൻസറാണ്, -9ഉം ആൻസറാണ്. മക്കളൊന്ന് ശ്രദ്ധിച്ചോണം. 3 കൊടുത്ത് നോക്കുക. 3 + 3 6, 6ൻ്റെ സ്ക്വയർ എന്താണ്? 36 ആണ്. ഇവിടെ -9 കൊടുത്താൽ -9 + 3, -9 + 3 എന്താണ്? -9 + 3 എന്ന് പറയുന്നത് -6 ആണ്. -6ൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 36. അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് ഒരു നമ്പറിൻ്റെ കൂടെ 3 കൂട്ടുമ്പം 3 കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 36 കിട്ടുന്നു. ഏത് നമ്പറിൻ്റെ കൂടെ 3 കൂട്ടണം? 3ൻ്റെ കൂടെ 3 കൂട്ടി സ്ക്വയർ എടുത്താൽ 36 കിട്ടും. -9ൻ്റെ കൂടെ 3 കൂട്ടിയിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ 36 കിട്ടും. കാരണം -9ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ -6 ആണ്, അതിൻ്റെ സ്ക്വയർ 36 തന്നെയാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്നതിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ്, ആദ്യം ചെയ്ത ടൈപ്പ് പ്രോബ്ലം ഉണ്ട് ഇതുപോലത്തെ, ഇത് രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് കൂടെ ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പം ആ ഒരു പോർഷൻ നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി എന്നുള്ള ഒരു കൺസെപ്റ്റും അതിൻ്റെ സൊല്യൂഷൻ, ഏതൊരു സെക്കൻഡ് ഡിഗ്രി അതിൻ്റെ സൊല്യൂഷൻ കാണുന്ന ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയി വരും. വേറെ ടൈപ്പ് ഓഫ് ചോദ്യം, x² + 4x + 4 is equal to ഒരു 25 കൊടുത്തു സാർ. x² + 4x + 4 is equal to 25. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. ഈക്വൽ സൈൻ ഉണ്ട്, വേരിയബിൾ ഉണ്ട്. വേരിയബിളിൻ്റെ മാക്സിമം പവർ 2 ആണ്. 2 പവർ മാക്സിമം പവർ 2 ആയതുകൊണ്ട് അവിടെ ഏറ്റവും ഹയസ്റ്റ് പവറായിട്ട് വേരിയബിളിന് വന്നിരിക്കുന്നത് 2 ആയതുകൊണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇത് സോൾവ് ചെയ്യണം. ഇനി എന്ന് വെച്ചാൽ x² ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 4x ഏതോ ആ നമ്പറിൻ്റെ തന്നെ 4 മടങ്ങ് 4 ടൈംസ് ഇൻറ്റു ചെയ്യുന്നു, പിന്നെ 4 ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 25. എങ്കിൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ എടുത്ത് അതിൻ്റെ 4 ടൈംസ് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോഴാണ് 25 കിട്ടുന്നത്. ഏതാണ് ആ നമ്പർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എല്ലായിടത്തും എക്സ് വാല്യൂ, ആ ഒരു അവിടുത്തെ വേരിയബിൾ ആരാണ്, വേരിയബിളിൻ്റെ വാല്യൂ ഏതാണ്, അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ഡിഗ്രിയിൽ അവിടുത്തെ വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്, അതാണ് ആ സെക്കൻഡ് ഡിഗ്രിയുടെ സൊല്യൂഷൻ. ഓക്കെ, അല്ലെ പരിഹാരം. അപ്പോൾ ഇത് കാണുന്നതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ ഹോൾ സ്ക്വയർ അല്ല. നേരത്തെ ചെയ്ത 2 ടൈപ്പിലും ഇത് ഹോൾ സ്ക്വയർ എന്നായിരുന്നു. സ്ക്വയർ അപ്പുറത്ത് കൊണ്ട് റൂട്ടാക്കിയാൽ മതി. ഇതിപ്പോൾ ഈ സ്ക്വയറിനെ മാത്രം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് ഹോൾ സ്ക്വയർ എന്നായിരുന്നേ കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എന്നുള്ള രീതിയിൽ ഇത് ഹോൾ സ്ക്വയർ എന്ന് എഴുതി മാറ്റണം. ആ ഒരു അങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ വരിക എന്ന് പറയുന്നത്. സ്ക്വയർ ആക്കി കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ x² + 4x + 4 ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. a + b അല്ലെങ്കിൽ a² + 2ab + b², അത് ഏതിൻ്റെയാ? a + b the whole squareൻ്റെ അല്ലേ? a + b the whole square, a² + 2ab + b², അതാണ് a + b the whole square. ശ്രദ്ധിച്ചാൽ മതി. ഈ 2ab എന്ന് പറഞ്ഞ ടൈം ശ്രദ്ധിക്കേണ്ടെന്നല്ല, അത് വേണം. a²ന് a, b²ൻ്റെ b, a + b the whole square. അങ്ങനെ ആകുമ്പോൾ a - b the whole squareൻ്റെ എന്താണ്? a² - 2ab + b² എന്നല്ലേ? a² b², എയും ബിയും എടുത്ത് ഇവിടെ മൈനസ് ആയതുകൊണ്ട് -a - b the whole square. അങ്ങനെ ഒന്ന് വേണമെങ്കിൽ പെട്ടെന്നൊരു ട്രിക്കായിട്ട് ആലോചിച്ച് വെക്കാം. a² + 2ab + b² മാറ്റി എങ്ങനെ ഇടുന്നത്? a + b the whole square. a² - 2ab + b² a - b the whole square. അതെ, ഈ അറ്റത്തും ആ അറ്റത്തുമുള്ള 2 പേരെ എടുത്ത് എഴുതി, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ആയി. ഇവിടെയും a² അറ്റത്തുള്ള b² എയും ബിയും എഴുതി,
ഈ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നോക്കിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ഈ ഫോർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എന്തിൻ്റെ സ്ക്വയർ ആണ് 4? 2ൻ്റെ സ്ക്വയർ അല്ലേ, ഈക്വൽ 25നെ 5 സ്ക്വയർ ഞാൻ എഴുതാം, പക്ഷെ ഇങ്ങനെ എഴുതുകയാണ് പറയാതെ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 എടാ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വന്നപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 2 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയറും ബി സ്ക്വയറും വന്നപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എക്സ് സ്ക്വയറും 2ഉം വന്നാലാ എ സ്ക്വയറും ബി സ്ക്വയറും വന്നപ്പോൾ എയും ബി എഴുതിയെങ്കിൽ എക്സ് സ്ക്വയറും 2 സ്ക്വയറും വന്നാൽ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. പ്ലസ് കൊടുക്കാനുള്ള കാരണം ഇവിടെ പ്ലസ് ആണ്. നമ്മുടെ സെക്കൻഡ് ഡിഗ്രിയില പവർ 2 വരുന്നതിനെ പറഞ്ഞാണ് സെക്കൻഡ് ഡിഗ്രി. ഇത് ഏത് ഡിഗ്രിയാണ്? ഫസ്റ്റ് ഡിഗ്രി. അപ്പം സെക്കൻഡ് ഡിഗ്രിയുടെയും ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള എക്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന ചിഹ്നം നോക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ കണ്ടാൽ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും, ഈക്വൽ ടു 25. ഇതിപ്പോൾ ഇന്ന് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ ആയില്ലേ, ഹോൾ സ്ക്വയർ ആയില്ലേ. ഇപ്പോൾ സ്ക്വയർ ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതാൻ പറ്റിയില്ലേ, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പറ്റിയില്ലേ. ഇനി എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്ത് പോയാൽ √25. എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു √25 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു ആൻസർ? പ്ലസ് ഓർ മൈനസ് 5, പ്ലസ് 5ഉം മൈനസ് 5. ഒരു ആൻസർ എക്സ് പ്ലസ് 2 പ്ലസ് 5, മറ്റൊരു ആൻസർ എക്സ് പ്ലസ് 2 മൈനസ് 5. ഇതേ എക്സിൻ്റെ വാല്യൂ 5, 2 പ്ലസ് 2 ആണ്, അപ്പുറത്ത് പോകുമ്പോൾ -2. എക്സിൻ്റെ വാല്യൂ 3. അടുത്ത എക്സ് ഈസ് ഈക്വൽ ടു -5, 2 അപ്പുറത്ത് പോകുമ്പോൾ -2. എക്സ് ഈസ് ഈക്വൽ ടു -7. ഓക്കെ, 3യും -7. ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ അതേ നമ്പറിൻ്റെ 4 മടങ്ങ് ഇൻറ്റു ചെയ്തു, അതിൻ്റെ 4 മടങ്ങ് എടുത്തു, 4 കൂട്ടിയപ്പോൾ 25 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതാണ് അപ്പോൾ 25 കിട്ടിയെങ്കിൽ ആ നമ്പർ ഏത്? നമ്പർ 3 എന്നും -7 എന്നും ഇട്ടിരിക്കുന്നത്. 3 കൊടുത്ത് നോക്കുക. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കാം. 3യുടെ സ്ക്വയർ 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ 9 പ്ലസ് 4 × 3 12 പ്ലസ് 4 12 പ്ലസ് 4 16 പ്ലസ് 9 ഈക്വൽ ടു 25. 3 ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ കിട്ടിയ ആൻസർ കറക്റ്റാണ്. എന്ന് വെച്ചാൽ വാല്യൂ കറക്റ്റ്, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ തെറ്റില്ല. ഇവിടം വരെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നിർത്താം. അത് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ. ശരിയാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഇതൊന്നും എന്താണ് നമ്മുടെ ആൻസർ പേപ്പറിനകത്ത് എഴുതി വെക്കണമെന്നില്ല. സൈഡ് ചുമ്മാ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി -7 കൊടുത്തു നോക്കാം. ഇവിടെ -7 കൊടുക്കുമ്പം -7ൻ്റെ സ്ക്വയർ 7ൻ്റെ സ്ക്വയറും 49 ആണ്. -7 കൊടുത്താൽ അതും 49. 4 × 7 എന്ത് 7ആണ്? -7. 4 × x എന്നല്ലേ, 4ൻ്റെ അവിടെ 7 അല്ലേ കൊടുക്കുന്നത്, -7. 4 × 7 7 × 4 എത്ര? 28 അല്ലേ. -28 പ്ലസ് 4 ഇതേണ്ടാ 49ഉം 4ഉം 53. 53ൽ നിന്നും 28 പോയാൽ 53ൽ നിന്നും 28 പോയാൽ ആൻസർ 25 ആണ്. ഇതെന്ത് കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറാണ്? എക്സ് ഈസ് ഈക്വൽ ടു 3 കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറാണിത്. ഇവിടെ 3 കൊടുത്ത് ഇവിടെ എക്സിന് പകരം 3 കൊടുത്തപ്പോൾ കിട്ടിയ ആൻസറാണ് 25. എക്സിന് പകരം -7 കൊടുത്തപ്പോഴും കിട്ടിയ ആൻസർ ഏതാ? 25 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ സൊല്യൂഷൻസ് ആണ് 3യും -7. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി 3 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുത്ത് 4 × 3 എടുത്ത് 4 കൂട്ടുമ്പോഴാണ് 25 കിട്ടുന്നത്. അല്ലെങ്കിൽ -7 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുത്ത് 4നെ ആ -7 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടുമ്പോഴാണ് 25 കിട്ടുന്നത്. ഈ സെക്കൻഡ് ഡിഗ്രിയുടെ സൊല്യൂഷൻസ് ഇത് രണ്ടുമേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും ആരൊക്കെ കണ്ടുപിടിച്ചാലും അതിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. വളരെ അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. അതേ ടൈപ്പ് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈസ് ഈക്വൽ ടു 36. ഇവിടെ ഇതിനെ മാറ്റാൻ പോവാണ്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേടാ. പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. 9 എന്തിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം, ഈക്വൽ ടു 36. എടാ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വന്നാൽ അത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3 സ്ക്വയർ എന്ന് വരുമ്പം അതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയറും ബി സ്ക്വയറും വന്നപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയെങ്കിൽ എക്സ് സ്ക്വയറും 3 സ്ക്വയറും വരുമ്പോൾ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുമ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ചില
പ്രോബ്ലംസ് ഇച്ചിരി ടൈറ്റ് പ്രോബ്ലംസ് വരുമ്പോൾ പണി കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറയുമ്പോൾ ഇപ്പോൾ x+3 ഇതിനെ എഴുതിയില്ലേ, ഇവിടെ x²+6x+3² എഴുതിയേക്കുന്നതാണ് x+3 ഈ a²+2ab+b² a+b² എന്ന് എഴുതാൻ കാരണം ഇതിൻ്റെ ഉത്തരമാണിത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. ഇപ്പോൾ 5×3 നമ്മൾ 15 എന്ന് എഴുതുന്നത് എന്താണ്, 5×3 15 ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ അതുപോലെ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതുമ്പം കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയേക്കണം. എന്ത് x+3 a+b² എന്തുവാ a²+2ab+b². ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയേക്കുന്നത്. അല്ലെങ്കിൽ x²+6x+9നെയാണ് x+3 എന്ന് ഷോർട്ടാക്കിയേക്കുന്നത്. അങ്ങനെ ഷോർട്ടാക്കി എഴുതുമ്പോൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന്. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ തെറ്റുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ടാക്കി എഴുതുന്നതിൽ തെറ്റുണ്ട്. x+3 ഇത് a ആയിട്ട് ആലോചിക്കുക, ഇത് b ആയിട്ട് ആലോചിക്കുക. a+b² ഫോമിൽ വന്നാൽ a²+2ab+b². a ആരാ, x²+2ab 2 × a ആരാ, x × b ആരാ 3 പ്ലസ് b². b ആരാടാ 3² അല്ലേ. x²+2 × 3 6 6 × x 6x + 3² 9. ഇതിൻ്റെ x+3 എക്സ്പാൻഡഡ് ഫോമാണ് x²+6x+9. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ x²+6x+9 എന്താണ് ഷോർട്ടാക്കിയ ഫോമാണ് x+3. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം, തെറ്റില്ല. ചില സ്ഥലത്ത് ഈ ഒരു ടേം നമുക്ക് ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഇങ്ങനെ കിട്ടാത്തൊരു ടൈം വരും. പ്രോബ്ലം പറയാം സാർ, അങ്ങനെ എന്ന പ്രോബ്ലം പറയുമ്പോൾ. ഓക്കെ, x+3 36. അപ്പോൾ x+3 എന്താണ്, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ ആക്കി എഴുതി. x+3 = √36. x+3 = എന്താണ്, x+3 √36 അതിൻ്റെ +or -6. 6ൻ്റെ സ്ക്വയറും 36 ആണ്, -6ൻ്റെയും 36 ആണ്. രണ്ട് ആൻസർ വരും. ഒന്ന് x+3 + 6 or x+3 എന്ത് 6 -6. x = 6 6 - 3 അടുത്ത x = -6 3 പുറത്ത് വരുമ്പോൾ -3 x = -9. അടുത്തൊരു ടൈപ്പ് ഓഫ് ചോദ്യം x² + 4x = 12. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അറിയാം, നമുക്കത് നോക്കുമ്പോൾ ഫോം കാണുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന്. മക്കളെ ഇവിടെ x² + 4x നമ്മൾ a²+2ab+b² അങ്ങനെ വരുമ്പോഴല്ലേ a+b² എന്ന് എഴുതാൻ പറ്റുന്നത്. അങ്ങനെ നോക്കിയാൽ x² + 4x ഒരു ടേം കൂടെ ഉണ്ടെങ്കിലേ സ്ക്വയർ കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമ്മൾ ഈ 12നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ +12 ഇപ്പുറത്തേക്ക് -12 ആവും. മൈനസ് വന്നിട്ട് പറ്റത്തില്ല. ഇപ്പോൾ a² - 2ab+b² = a-b² അല്ലേ അത്. അപ്പം മൈനസ് ഈ ഒരു ടൈമിൻ്റെ കൂടെ മൈനസ് വരത്തില്ല, സെക്കൻഡ് ടൈമിലാണ് മൈനസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 12 ഇപ്പുറത്ത് കൊണ്ടൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, ഇവിടെ ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് മക്കളെ. ശ്രദ്ധിക്കുക, ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ നോക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ നോക്കുക. എക്സിൻ്റെ കൂടെയുള്ള ആരാണ്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. ഓക്കെ, ആ ഒരു 4 എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയ 4ൻ്റെ പകുതി എടുക്കുക. 4ൻ്റെ പകുതി 4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 2. അതിൻ്റെ സ്ക്വയർ എടുക്കുക. 2ൻ്റെ എന്തെടുക്കുക, സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തതിന് ശേഷം ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക. x² + 4x പ്ലസ് ഇപ്പുറത്ത് ആഡ് ചെയ്യുന്നു എന്ത്, പകുതിയുടെ സ്ക്വയർ. പകുതി എന്താണ്, പകുതി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുന്നു. 12 പ്ലസ് ഇപ്പുറത്തും ആഡ് ചെയ്യുന്നു. ഇതിനെ എങ്ങനെ മാറ്റാം മക്കളെ, x² + 4x + 2² a² + 2ab+b² ആ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ a+b² എഴുതുന്ന പോലെ x² നമുക്ക് x എടുക്കാം, 2² 2 എടുക്കാം. ഇടയ്ക്ക് എന്താണ് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ x+2² എന്നാക്കി. അടുത്തത് 12 + 2² 4 ആണ്. 12 + 4 x+2² = 12 + 4 16. അപ്പോൾ x+2 എന്താണ്, ഇപ്പോൾ സ്ക്വയർ കംപ്ലീഷനായി. ആ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ആയി, ഓക്കെ ആയി. ഇനി ഈ സ്ക്വയറിനെ അപ്പുറത്തുണ്ടെന്നാൽ എന്താവും, റൂട്ടാവും. √16 എന്ന് പറഞ്ഞാൽ x+2 = √16. ഏത് നമ്പറിൻ്റെയാണ്, 16. ഏതിൻ്റെ ആണോ, 4ൻ്റെ അല്ലേ. +or -4 x+2 + 4 അല്ലെങ്കിൽ x+2 -4. 2 ആൻസർ ഉണ്ട്. x = 4 2 ഇപ്പുറത്ത് വന്നാൽ -2 ആവും.
എക്സിൻ്റെ വാല്യൂ 2. അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു -4 2 ഇപ്പുറത്ത് വന്നാൽ -2 എക്സ് ഈസ് ഈക്വൽ ടു -6. ഇപ്പോൾ 2 ആൻസറായി, ഒന്ന് 2ഉം മറ്റൊന്ന് -6. ഈ അടുത്ത രണ്ട് ചോദ്യം ചെയ്യാം. നേരത്തെ ഇപ്പോൾ ചെയ്ത പോലത്തെ അതേ ടൈപ്പാണ്. x² + 6x ഈസ് ഈക്വൽ ടു 16. ഇവിടെയും സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ ആരാണ്? 6 ആണ്. 6ൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ ആഡ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. x² + 6x ഇങ്ങനെയാണ് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ. അപ്പം എക്സിൻ്റെ കൂടെ വരുന്ന ആരാടാ? 6 അല്ലേ? 6ൻ്റെ പകുതി ആരാടാ? 6ൻ്റെ പകുതി 3. ആ പകുതിയുടെ എന്തെടുക്കണം? സ്ക്വയർ എടുക്കണം. നേരത്തെ ചെയ്ത പോലെ പകുതിയുടെ സ്ക്വയർ, പകുതി 3 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്. അല്ലെങ്കിൽ 3a² = 16 + 3a². ഇതിനെ എങ്ങനെ എഴുതാം? അവിടെ ചെറുതാക്കി ഇത് x² + 6x + 3². a² + 2ab + b² a + b² എന്ന് എഴുതാമെങ്കിൽ x² + 6x + 3² എങ്ങനെ എഴുതാം? x + 3 2 = 16 + 3² 9 ആണ്. ഓക്കെ, x + 3 2 = 25. ഇപ്പോൾ x + 3 എത്രടാ? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പം റൂട്ടാവും, √25. ഏതൊക്കെയാണ് ആൻസർ? x + 3 = √25 ഏതൊക്കെയാണ്? +or-5. ഓക്കെ, അപ്പോൾ നോക്കുക, x + 3 = +5 അല്ലെങ്കിൽ എന്താണ്? x + 3 = -5. x = 5, 3 ഇപ്പുറത്ത് വരുമ്പോൾ 5 - 3, എക്സിൻ്റെ വാല്യൂ 2. ഓക്കെ, അടുത്തത് x = -5, 3 ഇപ്പുറത്ത് വന്നാൽ -3, x = -5 - 3 -8. അപ്പോൾ ആൻസേഴ്സ് ഏതൊക്കെയാണ്? 2ഉം -8. ഇത് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. 2 ഇടുമ്പോഴും ആൻസർ 16 എന്ന് കിട്ടും, -8 ഇടുമ്പോഴും ആൻസർ 16 എന്ന് കിട്ടും. അപ്പം ഈ ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ്, അല്ലെ സൊല്യൂഷൻസാണ് ഇവർ രണ്ടുപേരും. അടുത്തൊരു ക്വസ്റ്റ്യൻ, x² - 4x = 5. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, ശ്രദ്ധിക്കുക. x² - 4x, എക്സിൻ്റെ കൂടെയുള്ള ആരാ? എന്ത് 4ആ? -4 ആണ്. -4 ആണെന്ന് ആലോചിച്ചാലും 4 ആണെന്ന് ആലോചിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ പകുതി എടുക്കുമ്പം, ഇപ്പോൾ -4ൻ്റെ പകുതി എടുക്കുമ്പോൾ -2, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായാലും ആൻസർ പോസിറ്റീവ് ആവും. അപ്പം -4, അതിൻ്റെ പകുതി -2 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം എന്താണ്? 4 ആണ്. -2ൻ്റെ സ്ക്വയർ 4, അത് ഇവിടെ ഇപ്പുറത്തും ആഡ് ചെയ്യുക, അവിടെയും ചെയ്യുക. ഓക്കെ, രണ്ടിടത്തും ചെയ്യുക. ഇവിടെ 4 ആവും, അപ്പുറത്തും എന്ത് വരും? 5, ഇപ്പുറത്തും 4. പകുതി എടുത്ത് അതിൻ്റെ സ്ക്വയർ എടുത്ത് ലെഫ്റ്റിലും ആഡ് ചെയ്ത് റൈറ്റിലും ആഡ് ചെയ്ത് x² - 4x + 4നെ എങ്ങനെ മാറ്റാം? 2² എന്നാക്കിക്കൂടെ? = 5 + 4 9 ആണ്. ഓക്കെ, x² - 4x + 2², a² - 2ab + b². ഓക്കെ, അങ്ങനെയാണെങ്കിൽ a² - 2ab + b²നെ a - b² എന്നല്ല എഴുതുന്ന. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? x - 2 2 = 9. എങ്കിൽ x - 2 എത്ര വരുവാ? സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ √9. x - 2 = +or-3. x - 2 = +3 അല്ലെങ്കിൽ x - 2 = -3. ഓക്കെ, അപ്പോൾ x = 3, 2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആണ്. x = 5. അടുത്ത x = -3, 2 ഇപ്പുറത്ത് വരുമ്പം എന്താണ്? +2 ആണ്. x = -3 + 2 -1. എക്സിൻ്റെ വാല്യൂസ് 5ഉം -1. അതേ കൊടുത്ത് നോക്കുക. 5 കൊടുക്കുമ്പം 5² - 4 × 5, 5² 25 ആണ്. 4 × 5 20 ആണ്. ഇപ്പോൾ 25 - 20 5 ആണ്. അടുത്തത് -1 കൊടുക്കുമ്പോൾ -1ൻ്റെ സ്ക്വയർ -1, -1ൻ്റെ സ്ക്വയർ -1ൻ്റെ സ്ക്വയർ 1 -4 × -1. അപ്പോൾ എന്ത് വരും? ഇതിൻ്റെ ആൻസർ 1 -4ഉം -1 +4 ആണ്. 1 + 4 ആൻസർ 5 ആണ്. ഓക്കെ, അപ്പം എക്സിന് 5 കൊടുക്കുമ്പോഴും എക്സിന് -1 കൊടുക്കുമ്പോഴും കറക്റ്റ് ആൻസർ വരും. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഡിഗ്രിയുടെ സൊല്യൂഷൻ ആരൊക്കെയാണ്? 5ഉം -1. മക്കളെ അതെ, ഈ മൈനസ് വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. മൈനസ് വരുമ്പോൾ ഈ ഫോം ആലോചിക്കണം. മൈനസ് വരുമ്പോൾ a² - 2ab + b². ഇവിടെ മൈനസ് വന്നാൽ രണ്ടാമത്തെ എന്ന് വെച്ചാൽ സെക്കൻഡ് വേരിയബിളിൻ്റെയും സെക്കൻഡ് പവറുള്ള ആ ഒരു വേരിയബിളിൻ്റെയും ഫസ്റ്റ് പവറുള്ള സെക്കൻഡ് ഡിഗ്രിയുടെയും ഫസ്റ്റ് ഡിഗ്രിയുടെ ഇടയ്ക്ക് മൈനസ് വന്നാൽ ഈ റൂൾ അപ്ലൈ ചെയ്യണം. വേറെ എവിടെ മൈനസ് വന്നാൽ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് മൈനസ് വന്നാൽ ഈ ഒരു റൂൾ ആലോചിച്ചാണ് ചെയ്തു പോകേണ്ടത്. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രിയെ സോൾവ് ചെയ്യുന്ന
അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.